അതെ, എനിക്കൊരു ചായ ഉണ്ടോന്നേ. മോളെ, ഞാൻ നിന്റെ ഭർത്താവാ. അതിന് എന്ത് കോപ്പാണേലും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിപ്പോ ചായ കിട്ടണം. വാട്സപ്പിലൂടെ ബിരിയാണിയുടെ ഫോട്ടോ കാണിച്ച് വാരി തരുമ്പോ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. ഈ നിൽക്കുന്ന കാലമാടനുണ്ടല്ലോ, ഡെയിലി സ്റ്റാറ്റസ് ഇടും. സ്റ്റാറ്റസ് ഇടാനാണോ ഡിവോഴ്സ് ചെയ്യണത്? ചോദിക്കുന്നത് അങ്ങനെയുള്ള സ്റ്റാറ്റസ് ഒന്നല്ല. ഈ മനുഷ്യൻ വീട്ടിലോട്ട് വന്ന ഉടനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും ഭാര്യയോടൊപ്പം. നല്ല ക്യാപ്ഷൻ ആണല്ല. പിറ്റേ ദിവസം അതേപോലെ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ മക്കളെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് ഒരു വീടാണ് സ്വർഗം. അതാണ് സ്നേഹം. അത് സ്നേഹം കൊണ്ടല്ല, ഇങ്ങനെ കാമുകിക്ക് സിഗ്നൽ കൊടുക്കാണ്, വീട്ടിലാണ് വിളിക്കരുത്. എടാ, റേഷൻ കടയിൽ പോയിട്ട് അരിയും മണ്ണെണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്ന്. എന്നോടാ? പിന്നെ ഞാൻ ആരോട് പറയണം? അച്ഛ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു TTA ആണ് ഞാൻ. എന്നോട് പോയി റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ പറഞ്ഞ അച്ഛൻ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ? ആ ടിക്ടോക്ക് ആർട്ടിസ്റ്റ് പാരിക്കുട്ടൻ ഇന്ന് കേരളം മുഴുവൻ തിരിച്ചറിയണ ഒരു പേരാണ് അത്. ആര്, നീയോ? ഇല്ല, അച്ഛൻ. വിശന്ന് കുടലെത്തി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴില്ല, ചോറെടുത്ത് ഒരു പിടി വായുള്ളു. അച്ഛൻ വന്നൊരു ഒറ്റ ഡയലോഗാണ്, എന്തോടാ 10-35 വയസ്സായില്ലടാ, ഇപ്പോഴും ഞാൻ പണിയെടുത്തിട്ട് വേണം നിനക്ക് തിന്നാൻ. എന്റെ പുള്ളിക്ക് അങ്ങനെ തകർന്നു പോയി, ഞാൻ തകർന്നു പോയി. പുള്ളി ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല പുള്ളിക്ക്. എന്നിട്ട് എന്നോട് പണിക്ക് പോകും. ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. എവിടേക്ക്? ഓഫീസിലേക്ക്, എടുക്കല്ല. ഓഫീസിലോ? ആ, യെസ്. നിങ്ങളെ പോലെ എനിക്കിവിടെ മീൻകച്ചവടമല്ലല്ലോ പണി. പിന്നെ എന്താ പണി? എനിക്ക് ഇൻഫോസിസിലാണ്. എവിടെ? ഇൻഫോസിസ്. അവിടെ സിസ്റ്റം മാനേജർ ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലീഡറാണ് ഞാൻ. അല്ലോ. അല്ല, ഈ ബാഗിന്റെ അകത്ത് കച്ചാവൊന്നല്ലല്ലോ പത്തു. നോ നോ നോ, ഐ ആം അഗെയിൻസ്റ്റ് ദിസ് ടൈപ്പ് ഓഫ് ബാഡ് ബിസിനസ്. എന്തെത്തു? ഹോ ഹോ ഹോ, സോ സോറി. നിങ്ങൾക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അത്തരം ലഹരികൾക്കൊക്കെ ഞാൻ എതിരാണ്. ആവു, നന്നായി. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയോ മോളൂസേ? അച്ഛനും അമ്മ എന്തി പുറത്തു പോയോ? വാതിലൊക്കെ നന്നായിട്ട് അടച്ചോ? അപ്പൊ ഇനി എങ്ങനെ കാര്യങ്ങളൊക്കെ? പോയേട്ടാ, ഇപ്പോഴോ? ഇതിനൊക്കെ സമയം കാര്യങ്ങളൊക്കെ ഇല്ലേ? അയ്യ, 5 മിനിറ്റ് അവിടെ ആശ കയറുന്നില്ല. പോയി ചായ എടുത്തോണ്ടോടി. ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത പെങ്ങളെ ചേട്ടൻ തല്ലിക്കൊന്നു. പെങ്ങളെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചേട്ടനെ സൂപ്പിൽ സയനൈഡ് കലക്കി കൊന്നു. ആ ന്യൂസ് പേപ്പറിലില്ലല്ലോ. അത് നാളെ വരാനുള്ളതാ. താടിയുള്ള തെണ്ടി നിന്നോട് എന്താ പറഞ്ഞത്? അയാൾക്ക് എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു. എന്താ പറഞ്ഞത്? അയാൾ ഒരു ചായ മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ 2 പൊറോട്ട ഒരു ചിക്കനും പറഞ്ഞു. ഇപ്പൊ വരാട്ടാ. പുള്ളി എവിടെ പോയി? ഇപ്പൊ വരാൻ വേണ്ടി പോയിരിക്കുക. എന്താ കാര്യം? ഇപ്പൊ വരുമല്ലോ, അപ്പൊ ചോദിക്കാം. എത്ര നാളായി ഇവിടെ വന്നിട്ട്? അതിന് ഞാനൊന്നും പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാ വരുന്നത്? നല്ല രാത്രി മുഴുവൻ എവിടെയായിരുന്നടാ നീ? അതമ്മ, ഞാൻ ഇന്നലെ വിഷ്ണുവിന്റെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. സത്യം പറയടാ, എന്തുവാടാ നീ വലിച്ചു കയറ്റിയിരിക്കണേ? ഇതെന്താ വിശ്വാസം സംസാരിക്കുന്നത്? എങ്ങനെ വിശ്വസിക്കാനാണ്? നിന്റെ പഠിത്തം കഴിഞ്ഞ് 2 വർഷമായി, പിന്നെ നീ ഇപ്പൊ എന്ത് പഠിക്കാനാ പോയി? എന്താ പറ്റിയേ? ആ വൃത്തിട്ടവനെ ഇട്ടിട്ട് പോയി ഒട്ടി. സാരില്ല, അതിപ്പോ മുകളിലേക്ക് നോക്കി എന്താ കാര്യം? എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ 2000 രൂപയുടെ ഫൗണ്ടേഷനോ.